നീണ്ട 10 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ തന്നെ കോൺഗ്രസ് ആകട്ടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചെങ്കിലും സസ്പെൻസ് ഇപ്പോഴും വിട്ടൊഴിയുന്നില്ല. മന്ത്രിസഭ രൂപീകരിക്കുന്നത് ബാക്കിയാകുമ്പോൾ ഇനി ആരൊക്കെയാകും വി.ഡി. സതീശൻ സർക്കാരിൽ അവിടെ മന്ത്രിമാരായി തന്നെ എത്തുക എന്നത് ഇവിടെ വലിയൊരു സർപ്രൈസായി തന്നെ തുടരുകയാണ്. ഇതുവരെ മന്ത്രിമാരെ തീരുമാനിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ ദിവസം നടന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി തന്നെ നിർണായക കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു വി.ഡി. സതീശൻ. അതോടൊപ്പം തന്നെ ഏത് മന്ത്രിസഭ തന്നാൽ പോലും താൻ അതിൽ തൃപ്തനാണ് എന്നാണ് ഇപ്പോൾ ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഈ പിണക്കത്തിനും അവിടെ തിരശ്ശീല വീഴുകയും ഇനി മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ വി.ഡി. സതീശന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതേസമയം ആഭ്യന്തരമല്ലാതെ അതിൽ കുറഞ്ഞ ഒരു വകുപ്പും തനിക്ക് വേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല ഈ കൂടിക്കാഴ്ച നടത്തും മുൻപേ വരെ അടിയുറച്ച് നിന്നത്. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഇവിടെ നടന്നിരിക്കുന്നത്. മറ്റെല്ലാ ചോദ്യങ്ങളെയും ഇവിടെ അതോടുകൂടി തന്നെ ദൂരീകരിക്കുന്നതാവുകയാണ് ഈ കൂടിക്കാഴ്ച. എം.എൽ.എമാരിൽ വലിയ ഭൂരിപക്ഷമുള്ള കെ.സി. വേണുഗോപാലിന്റെ താല്പര്യം മന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇവിടെ നിർണായകമായേക്കുമോ എന്ന ചോദ്യം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ തന്നെ 11 മന്ത്രിമാരെ ആയിരിക്കും ലഭിക്കുക. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കറും കോൺഗ്രസിന് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതേസമയം മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ അനുവദിച്ചേക്കുമെന്നും വ്യക്തമാവുന്നു. ഏക അംഗങ്ങളുള്ള കക്ഷികൾക്ക് ഫുൾ ടൈം മന്ത്രിസ്ഥാനം നൽകുവാനും ധാരണയുണ്ട്. കോൺഗ്രസിൽ ആരൊക്കെയാകും മന്ത്രിമാരാകുക എന്നതാണ് ഇനി അറിയേണ്ടതുള്ളത്. എന്നാൽ ഈ ഘട്ടവും വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്യുമെന്നതിലും സംശയമില്ല എന്നതാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു വിലയിരുത്തൽ. മാത്രമല്ല എല്ലാ വിമർശനങ്ങൾക്കും ഇവിടെ ഇതോടുകൂടി തന്നെ ഒരു ഉത്തരമാകും എന്നതാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതേപോലെ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ തന്നെ 11 മന്ത്രിമാരെ ആയിരിക്കും ലഭിക്കുക. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ആരൊക്കെയാകും മന്ത്രിമാര് എന്നത് ഇനി അറിയേണ്ടത്. 8 മന്ത്രിമാരെ കെ.സി. വേണുഗോപാൽ വിഭാഗം ആവശ്യപ്പെടാനാണ് സാധ്യത. 5 എം.എൽ.എമാർക്ക് ഒരു മന്ത്രി എന്ന കണക്കിന് തന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ നീക്കം നടക്കുന്നത്. 40-ലധികം എം.എൽ.എമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിന് ലഭിക്കും. എന്നാൽ ഇത്രയധികം മന്ത്രിമാരെ കെ.സി. പക്ഷത്തിന് ലഭിച്ചാൽ മന്ത്രിസഭയുടെ കടിഞ്ഞാൺ തന്നെ നഷ്ടപ്പെടുമോ എന്നതിനാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ചോദ്യമായി തന്നെ ഉയർന്നു കേൾക്കുന്നത്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എത്തിക്കാൻ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് നൽകേണ്ടി വരുമെന്നതാണ് മറ്റൊരു കാര്യം. ചെന്നിത്തല വരുന്നില്ല എങ്കിൽ വി.ഡി. സതീശൻ തന്നെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമെന്നാണ് മുന്നേ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. ബി.ടി. ബൽറാം, കെ.സി. ബാലകൃഷ്ണൻ, ചാണ്ടി ഉമ്മൻ, പി.സി. വിഷ്ണുനാഥ് തുടങ്ങിയ എം.എൽ.എമാരെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നതാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ ചേരുമെന്നും ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ പുതിയ കെ.പി.സി.സി പ്രസിഡന്റിനെയും കണ്ടെത്തേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്നതുമായ പ്രസിഡന്റിനെ തന്നെ നിയോഗിക്കാനാണ് സാധ്യതയുള്ളത്. അല്ലെങ്കിൽ സർക്കാരിനും പാർട്ടിക്കും അത് വലിയ ഒരു തട്ടുകേടാകുമെന്നതാണ് വ്യക്തമാകുന്നത്. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ എൻ ശാന്തനോ സ്പീക്കർ ആയേക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ. മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്ക് കൂടുതൽ സാന്നിധ്യം ഉയർന്നു വരേണ്ടതുണ്ട് എന്നും സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ.പി. അനിൽകുമാർ എന്നിവർക്ക് പുറമേ തന്നെ പി.സി. വിഷ്ണുനാഥ്, എം ലിജു, റജി എം ജോൺ, അതേപോലെ തന്നെ വി.പി. സജീന്ദ്രൻ, ചാണ്ടി ഉമ്മൻ, ബിന്ദു കൃഷ്ണ എന്നിവർക്കും, അതായത് ഷാനിമോൾ ഉൾപ്പെടെയുള്ളവർക്കും ഇവിടെ ഒരു ക്യാബിനറ്റിലേക്ക് എത്താൻ കഴിയുമെന്നതാണ് മറ്റൊരു സൂചനയായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.